ആഭിചാര ദോഷം, അല്ലെ ചെയ്തു ദോഷം, ശത്രുദോഷം ഇവയുണ്ടോ എന്ന് ഇനി നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാം. അതിന് വേണ്ടത് 7 തുളസിയില, 5 ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന ദളങ്ങൾ, ഇത്രയുമാണ് വേണ്ടത്. എന്താണ് അതിനു മുമ്പ് കൂടോത്രം അല്ലെങ്കിൽ ആഭിചാര ദോഷം, അല്ലെ ശത്രുദോഷം, ചെയ്തുദോഷം എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങൾ, അതെല്ലാം ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളാണ്. അത്തരം നെഗറ്റീവ് എനർജികൾ നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ, വ്യക്തികൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ വളരെയധികം നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യും. നമ്മൾ മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും തളർന്നു പോകും. ഒരുപാട് പ്രശ്നങ്ങൾ ആ കുടുംബത്ത് സംഭവിക്കും. പരസ്പരം കാണുമ്പോൾ തന്നെയുള്ള വഴക്ക്, പരസ്പരം പറയുന്നത് ഇഷ്ടപ്പെടാതെ വരിക, ദേഷ്യം, ടെൻഷൻ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. സാമ്പത്തികപരമായിട്ടാണെങ്കിൽ ചെയ്യുന്നതെല്ലാം മോശമായി വരിക, എവിടെ നിന്നും ഒരു പണം കിട്ടാതെ വരിക, പണം അനാവശ്യമായിട്ട് നഷ്ടപ്പെടുക, ആവശ്യത്തിന് വേണ്ടുന്ന പണം കിട്ടാതിരിക്കുക, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട്. പിന്നെ ശാരീരികമായിട്ട് മുട്ടുവേദന, കൈകാൽ കടച്ചിൽ, തരിപ്പ്, ഒരുവാച്ചൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ശരീരത്തിൽ എപ്പോഴും ക്ഷീണം, കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരിക, ഉറങ്ങിയാൽ തന്നെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് പോകുന്നത് പോലെ തോന്നുക, അങ്ങനെ ഒട്ടനവധി ക്ഷീണപരമായിട്ടുള്ള ശാരീരിക ക്ഷീണം ഉണ്ടാവുക. പിന്നെ മാനസികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവുക, ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് നമ്മൾ അറിയാതെ സഞ്ചരിക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ മാനസിക പിരിമുറുക്കം എത്രത്തോളം അധികരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടി നമ്മളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നയിക്കും. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? കൂടോത്രം അല്ലെങ്കിൽ ആഭിചാര ദോഷം ഇനി എങ്ങനെയാണ് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത്? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനു വേണ്ടിയുള്ള പരിഹാര കർമ്മങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുമോ? ഇത്രയെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ അറിവുകൾക്കും ഈ ബെല്ലൈക്കൺ കൂടി അടിച്ച് എല്ലാ അറിവുകളും സ്വായത്തമാക്കുക. അപ്പോൾ ഈ ഫാമിലിയിൽ അംഗമാവാൻ വേണ്ടി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഈ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 7 തുളസി ദളങ്ങളാണ്. അതുപോലെ 5 ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ദളങ്ങളും. തുളസിച്ചെടിയുടെ ഇലകളാണ്, ചെമ്പരത്തിപ്പൂവിൻ്റെ ദളങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ വീടിനാണ് നോക്കുന്നതെങ്കിൽ ഈ ദളങ്ങളും ഇലകളും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ എടുത്ത്, വീടിന് വേണ്ടിയാണെങ്കിൽ വീടിന് ചുറ്റും 3 വട്ടം സഞ്ചരിക്കണം. അതേസമയത്ത് ഒരു വ്യക്തിക്കാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ഘടികാര ദിശയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ശരീരം മൊത്തം കാല് മുതൽ തല വരെ 7 തവണ ഉഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. നിലവിളക്കെല്ലാം കത്തിച്ച് വെച്ച് കുളിച്ച് വൃത്തിയായി സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആഴ്ചയിൽ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വൈകുന്നേരം വിളക്കെല്ലാം കത്തിച്ച് വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം നിലവിളക്കിന് മുമ്പിലിരുന്ന് അത് നമ്മൾ ചെയ്യുമ്പോൾ ഈശാന കോണിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടത്. വടക്ക് കിഴക്ക് ഭാഗം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോഴാണ് അത് ഉത്തമമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വ്യക്തികൾക്കാണെങ്കിൽ ഈ ദിശയിൽ ഒഴിഞ്ഞ് എന്നിട്ട് ഒരു പാത്രത്തിൽ വിളക്കിന് മുമ്പിൽ വെച്ചതിന് ശേഷം നല്ലവണ്ണം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്.
ഈ ഇല നല്ലവണ്ണം ഇലയും ദളവും കൂടി മിക്സാക്കുക. പാത്രത്തിലിട്ട് കുലുക്കിയതിന് ശേഷം ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് കണ്ണടച്ച് ഇലകൾ എടുക്കുക, ദളങ്ങളും എടുക്കുക. ഇപ്പോൾ വീട്ടിൽ കുട്ടികളില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടാണ് ഇത് ചെയ്യിക്കേണ്ടത്. അഥവാ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ ഈ ദളങ്ങൾ കുലിക്കിയതിന് ശേഷം മേൽപോട്ട് എറിയുക. അപ്പോൾ ഒറ്റ സംഖ്യ കിട്ടുകയാണെങ്കിൽ അത് ചെറിയ സംഖ്യയാണെങ്കിൽ വളരെ ചെറിയ നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേസമയത്ത് നമുക്ക് കിട്ടുന്നത് ഉത്തരം വലിയ സംഖ്യയാണെങ്കിൽ നല്ല രീതിയിലുള്ള കൂടോത്രം അല്ലെങ്കിൽ ആഭിചാര ദോഷം, ചെയ്ത്ത് ദോഷം, ശത്രുദോഷം എന്നിവ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല രീതിയിലുള്ള ശത്രുദോഷമുണ്ട്. അതേസമയം ഇരട്ട സംഖ്യയാണെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങളില്ല, മറ്റെന്തെങ്കിലും ദോഷങ്ങളാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെയധികം പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളൊരു മൂർത്തിയെ ഉപാസിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഉപാസിക്കുന്നത് കിരാതമൂർത്തി ദേവനെയാണ്. അപ്പോൾ കിരാതമൂർത്തി ദേവനെ 7 തവണ ഓം കിരാതമൂർത്തി നമഃ എന്ന മന്ത്രം ജപിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒറ്റസംഖ്യ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുദോഷം നമ്മൾ നിർബന്ധമായിട്ടും അകറ്റേണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് അമ്പലത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് ദേവീക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാരം ചെയ്യുക. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കർമ്മമാണ് നാരങ്ങ കട്ട് ചെയ്യുക എന്നത്. അതിപ്പോൾ നമ്മൾക്ക് ചെറിയ സംഖ്യകളാണ് കിട്ടുന്നത് എങ്കിൽ, അതായത് 5-ൽ താഴെയുള്ള ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് എനർജി കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 നാരങ്ങ എടുത്ത് 4ആയി മുറിച്ച് അതിൽ കുങ്കുമം, ഉപ്പ് എന്നിവ വിതറിയതിന് ശേഷം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പോയി ആ നാരങ്ങ വലിച്ചെറിയുക. വലിയ സംഖ്യയാണെങ്കിൽ 7 ചെറുനാരങ്ങയെങ്കിലും എടുത്തതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക. കുങ്കുമം, ഉപ്പ് എന്നിവ അതിന് മുകളിൽ വിതറിയതിന് ശേഷം വ്യക്തികൾക്കാണെങ്കിൽ വ്യക്തിയെ ഒന്നുകൂടി ഒഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. നാരങ്ങ ഒഴിയുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഘടികാര ദിശയിലാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തതിന് ശേഷം വീടിനാണെങ്കിൽ വീടിന് ചുറ്റും ഘടികാര ദിശയിൽ ഒഴിഞ്ഞു വേണം. തെക്ക് പടിഞ്ഞാറേ മൂല, കന്യമൂല എന്നറിയപ്പെടുന്ന, നിർതി കൊണ്ടൊക്കെ അറിയപ്പെടുന്ന ആ മൂലയിൽ പോയിട്ടാണ് ഇത് എറിഞ്ഞു കളയേണ്ടത്. അപ്പോൾ ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് സൂര്യാസ്തമനത്തിന് ശേഷമാണ് നമ്മളിത് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും ഈ പ്രക്രിയയിലൂടെ മാറുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വലിയ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നാരങ്ങ 4ആയിട്ട് മുറിക്കുന്നതിന് പകരം 8ആയിട്ട് മുറിക്കണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 5-ൽ താഴെയുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ നാരങ്ങ 4ആയിട്ടും, 5-ന് മുകളിലേക്കാണെങ്കിൽ അത് 8ആയിട്ടും മുറിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കുങ്കുമം, ഉപ്പ് എന്നിവ വിതറിയതിന് ശേഷം വലിച്ചെറിയേണ്ടത്. അത് വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ ചെയ്യണം. പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം കിരാതമൂർത്തി നമഃ എന്നുള്ള മന്ത്രമാണ്. ആ മന്ത്രജപത്തോടുകൂടി നിങ്ങളെ അലട്ടുന്ന നെഗറ്റീവ് എനർജിക്ക് വലിയൊരു പരിഹാരം തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത്തരം നെഗറ്റീവ് എനർജി നിങ്ങളുടെ കുടുംബത്ത്, വീട്ടിലോ വ്യക്തികൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു കർമ്മമാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുപ്പിക്കാം. ഇലകളും ദളങ്ങളും അവരുടെ കുഞ്ഞു കൈകളിൽ കൂടി നമുക്ക് കിട്ടുമ്പോൾ അതിന് നമുക്ക് അറിയാത്ത രീതിയിലുള്ള ഒരു ഫലമാണ് ലഭിക്കുക.
നിഷ്കളങ്ക മനസ്സുകളാണ് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് അവർ എടുക്കുമ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സംഖ്യ നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഒരു കുട്ടിയില്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിലിട്ട് ഇത് ഇളക്കിയതിന് ശേഷം മുകളിലേക്ക് എറിയുക. മുകളിലേക്ക് എറിയുമ്പോൾ അത് താഴെ വീഴുമ്പോൾ കമിഴ്ന്ന് വീണതാണ് നമ്മൾ എണ്ണേണ്ടത്. കമിഴ്ന്ന് വീണ ഇലകൾ എത്ര, കമിഴ്ന്ന് വീണ ദളങ്ങൾ എത്ര, അതിൽ ഒറ്റ സംഖ്യ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജി വീടിനോ കുടുംബത്തിനോ ബാധിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വ്യക്തികൾക്ക് ബാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ വ്യക്തിയിനെയോ വീടിനെയോ എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുക. അതിനുശേഷം ഈ പരിഹാര കർമ്മങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പുരോഗതിയും എല്ലാം തന്നെ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.